ഹലോ ഹായ് ഋഷിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പഴം കൊഴുക്കട്ടാണ് കേട്ടോ. ഏത്തപ്പഴം കൊണ്ടൊരു കിഡിലൻ റെസിപ്പിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്നാക്സാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു 3-4 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കരയൊക്കെ ഒന്ന് നന്നായി ഉരുകിയിട്ടുണ്ട്. ഇതൊന്നൊരു ഫ്രൈ പാനിൽ ഞാൻ തരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഒന്ന് ചൂടാക്കിയെടുക്കണം. അത് ചൂടാകുമ്പോഴത്തേന് ഞാനൊരു പാത്രത്തിലേക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 3-4 ഏലക്കായും 1 സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ശർക്കര വെള്ളം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഒരു മുറി തേങ്ങ ചിരകിയത് ഇട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ പൊടിച്ച് വെച്ച ഏലക്കായും പഞ്ചസാരയും കൂടെ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിലൊന്ന് അതിൻ്റെ ശർക്കര വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ ശർക്കര വെള്ളമൊക്കെ നല്ല രീതിയിലൊന്ന് വറ്റിയിട്ടുണ്ട്. അടുത്തതായി ഇനി ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം വാഴൻ്റെ ഇല ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 പഴം ആണ് വെച്ചെടുക്കേണ്ടത്. 3 പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പകുതിയാക്കാം. ഒരു പഴം 2 കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഈ രീതിയിൽ നമ്മളൊന്ന് വേവിച്ചെടുക്കാം. ഇനി പഴം ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങ ചെറു ചൂടിൽ തന്നെ ഒരു ഉരുളകളാക്കിയിട്ട് വെക്കട്ടോ. ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് വെച്ചെടുക്കാം. നേരിയ ചൂടുണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറിയ ചൂടിൽ ചെയ്യണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ അവിടെ എല്ലാ തേങ്ങയും ഇതേപോലെ ഉരുള പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പഴം വെന്ത് കഴിയുമ്പോൾ ഓരോ കഷ്ണം എടുത്ത് തൊലി കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ബ്ലാക്ക് കളറിലുണ്ടാവില്ലേ അതിൻ്റെ നടുവിൽ, അപ്പോൾ അതൊന്നും എടുത്ത് ഒഴിവാക്കാം കേട്ടോ പഴത്തിൻ്റെ. അപ്പോൾ എല്ലാ പഴത്തിൻ്റെയും അതുപോലെ എടുത്ത് ഒഴിവാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം. പഴം നന്നായി ഉടച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ പഴം നല്ല രീതിയിലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ലേശം ചുടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചുടുവെള്ളം കുറേശ്ശെ ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം.
അപ്പോൾ ഞാൻ ഇവിടെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യണം. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. പത്തിരിക്ക് കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഞാൻ അവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുഴച്ചതിന് ഓരോ ഉരുളകളാക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ഉരുളകളാക്കി അതിൻ്റെ നടുവിലൊന്ന് ഇതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം തേങ്ങ ഓരോന്നെടുത്തതിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് പൂട്ടി കൊടുക്കാം. തേങ്ങ ഇതുപോലെ ചെയ്ത് വെച്ചാൽ കൊഴുക്കട്ട മുറിക്കുമ്പോഴൊക്കെ നല്ല റൗണ്ടിലും അതുപോലെ നല്ല കാണാൻ ഭംഗിയും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തേങ്ങ ഇതുപോലെ ഉരുട്ടി വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ മറ്റുള്ളതും അതുപോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഴം പുഴുങ്ങിയ പാത്രത്തിൽ തന്നെ ഇത് വെച്ചെടുക്കാൻ ചെയ്യുന്നത് കേട്ടോ. ഓരോന്നോരോന്നായി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുക്കാം. അതിനുശേഷം പാത്രം മൂടി വെച്ചത് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. അത് മാറ്റി വെക്കാം. അപ്പോൾ രുചികരമായ കൊഴുക്കട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. വൈകിട്ട് ചായക്കൊപ്പം കഴിക്കാനൊക്കെ നല്ലൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.